നമസ്കാരം. കുറച്ചു ദിവസങ്ങളായി കോൺഗ്രസിനും ഗാന്ധി കുടുംബത്തിനും അത്ര നല്ല ദിവസങ്ങളല്ലെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. BJPക്കെതിരെ അനാവശ്യ പരാമർശങ്ങൾ നടത്തി എയറിൽ കയറുന്നത് കോൺഗ്രസിന്റെ ഒരു സ്ഥിരം ശീലമായി മാറിയിരിക്കുകയാണിപ്പോൾ. പറയുന്നതിൽ സത്യത്തിന്റെ ഒരു കണിക പോലുമില്ലെന്ന് വ്യക്തമായി അറിയാമെങ്കിൽ പോലും മണ്ടത്തരം പറയാനും ചെയ്യാനും കോൺഗ്രസിന്റെ കഴിഞ്ഞേ ഉള്ളൂ മറ്റാരും. ഇതൊരു പൊതുവിലയിരുത്തലാണ്. ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭയിൽ നടത്തിയ പ്രസംഗത്തിനെ പരിഹസിച്ച വയനാട് MP പ്രിയങ്ക ഗാന്ധിക്ക് ട്രോൾ വർഷവുമായി സോഷ്യൽ മീഡിയ. 110 മിനിറ്റിലധികം നീണ്ട പ്രസംഗം തന്നെ ബോറടിപ്പിച്ചു. പ്രധാനമന്ത്രി പുതുതായി ഒന്നും സംസാരിച്ചിട്ടില്ല. തുടർച്ചയായ 2 പീരീഡ് കണക്കു ക്ലാസ്സിൽ ഇരുന്നതിന് സമാനമായിരുന്നു പ്രസംഗമെന്നായിരുന്നു പ്രിയങ്കയുടെ പരിഹാസം. 11 വാഗ്ദാനങ്ങളെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞതെന്നും അഴിമതിയോട് സഹിഷ്ണുത കാണിക്കുന്നില്ലെങ്കിൽ അദാനിയെക്കുറിച്ച് ഒരു സംവാദമെങ്കിലും നടത്തണമെന്നും പ്രിയങ്ക പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് വയനാട് MPക്കെതിരെ ട്രോൾ വർഷം ഉയരുന്നത്. പ്രിയങ്ക ഗാന്ധിക്ക് പ്രധാനമന്ത്രി പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇല്ലെന്നും വെറുതെ ജൽപ്പനങ്ങൾ നടത്തുകയാണ് ഗാന്ധി സഹോദരങ്ങളുടെ രീതിയെന്നും വിമർശനങ്ങൾ ഉയരുന്നു. നല്ല ചൂരൽ കഷായമാണ് ആങ്ങളയ്ക്കും പെങ്ങൾക്കും ആവശ്യമെന്നും കമന്റുകൾ ഉയരുന്നുണ്ട്. പുതിയ വയനാട് MP എങ്കിലും പുതിയതായി എന്തെങ്കിലും പറയൂ എന്നും വിമർശനം ഉയരുന്നു. ലോക്സഭയിൽ നടത്തിയ പ്രസംഗത്തിൽ പ്രതിപക്ഷത്തിനും നെഹ്റു കുടുംബത്തിനുമെതിരെ നരേന്ദ്രമോദി ആഞ്ഞടിച്ചിരുന്നു. ഒരു കുടുംബം 55 വർഷമാണ് രാജ്യത്തിന്റെ ഭരണം കൈകാര്യം ചെയ്തതെന്ന് മോദി പറഞ്ഞു. കുടുംബവംശ രാഷ്ട്രീയ ഭരണഘടനയെ ദുർബലപ്പെടുത്തി. ഞാനിവിടെ ആരെയും വ്യക്തിപരമായി അധിക്ഷേപിക്കുകയില്ല, എന്നാൽ ചില സത്യങ്ങൾ രാജ്യത്തിന് മുമ്പാകെ വെക്കുകയാണ്. കോൺഗ്രസിലെ ഒരു കുടുംബം ഭരണഘടനയെ തകർക്കാനുള്ള ഒരവസരം പോലും പാഴാക്കിയിട്ടില്ല. 75 വർഷത്തെ ചരിത്രത്തിനിടയിൽ 55 വർഷവും ആ കുടുംബമാണ് രാജ്യത്തിന്റെ ഭരണം നിയന്ത്രിച്ചത്. ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിനെ മോദി വിമർശിച്ചിരുന്നു. കോൺഗ്രസ് പാർട്ടിയുടെ ചരിത്രത്തിൽ നിന്ന് അടിയന്തരാവസ്ഥയുടെ കറ ഒരിക്കലും മായ്ക്കാനാവില്ലെന്നും മോദി കുറ്റപ്പെടുത്തിയിരുന്നു. ആദ്യം നെഹ്റു പാപം ചെയ്തു, പിന്നീട് ഇന്ദിരാഗാന്ധി തുടർന്നു. ഭരണഘടന തടസ്സമായാൽ അത് മാറ്റണമെന്ന് പ്രധാനമന്ത്രിയായിരുന്ന നെഹ്റു മുഖ്യമന്ത്രിമാർക്ക് കത്തെഴുതി. ഇതായിരുന്നു നെഹ്റുവിന്റെ നിർദ്ദേശം. 6 പതിറ്റാണ്ടിനിടെ 75 തവണയാണ് ഭരണഘടന ഭേദഗതി ചെയ്തത്. ഈ ശീലത്തിന്റെ വിത്ത് പാകിയത് ആദ്യത്തെ പ്രധാനമന്ത്രിയായ നെഹ്റുവാണ്. പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി അത് തുടർന്നു. 1971 ഇന്ദിരാഗാന്ധിയും ആ പാപം ചെയ്തു. സുപ്രീം കോടതിയുടെ 1971 വിധിയെ അവഗണിച്ചാണ് ഇന്ദിരാഗാന്ധി ജുഡീഷ്യറിയുടെ അധികാരം കുറയ്ക്കുന്നതിനും പാർലമെന്റിൽ അധികാരം കേന്ദ്രീകരിക്കുന്നതിനുമായി ഭരണഘടനയിൽ മാറ്റം വരുത്തിയത്. കോടതികളുടെ അധികാരം ഇന്ദിര കവർന്നു. സ്വന്തം കസേര സംരക്ഷിക്കാൻ 60 വർഷത്തിനിടെ 75 തവണയാണ് കോൺഗ്രസ് ഭരണഘടനയെ അട്ടിമറിച്ചതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തിയിരുന്നു. എന്നാൽ ഈ ആരോപണങ്ങൾക്കെതിരെ പരിഹാസം ഉന്നയിച്ച പ്രിയങ്ക ഗാന്ധി ഇപ്പോൾ എയറിലാണെന്നതാണ് സത്യം. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyothis Building Promoters Private Limited, Thiruvananthapuram.